ചെന്നൈയിൽ ഇത്രയും പ്രകൃതി രമണീയമായ ഒരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഞാനിപ്പോഴും ഇതെല്ലാം ഞാൻ ഉദ്ദേശിച്ച ചെന്നൈ എന്ന രീതിയിലാണ്. എനിക്കിതുവരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അങ്ങോട്ട്. ഓക്കെ, അപ്പം വെൽക്കം ബാക്ക് മൈ കോളേജ് ഡേ ഇൻ മൈ ലൈഫ്. സോ ഞാൻ അവിടെ നിർത്തി നോക്കുന്നത് നല്ല രസമാണ് കേട്ടോ കാണാൻ. രാവിലെ തന്നെ അങ്ങനെ ഞങ്ങൾ റെഡിയായി മെസ്സിലേക്ക് പോയപ്പോൾ ദോശ പ്ലസ് ഇഡലിയുടെ ഒരു വർക്കം എന്തൊടരിയായിരുന്നു കഴിക്കാൻ. അതൊക്കെ കഴിച്ച് ഞങ്ങളിത് റോഡ് ക്രോസ് ചെയ്ത് ബസ് സ്റ്റോപ്പിലേക്ക് പോവാണ്. ഞങ്ങൾ ഭയങ്കര ലേറ്റ് ആയിരുന്നു ഇന്ന്. ഞങ്ങളാണ് ലേറ്റ് എന്ന് വെച്ച് പോയാൽ അവിടെ ഭയങ്കര തിരക്കായിരുന്നു, എല്ലാവരും ലേറ്റ് ആയിരുന്നു ഇന്ന്. അങ്ങനെ അവിടെ ഓപ്പോസിറ്റ് കണ്ടു നിങ്ങളൊരു കോവിൽ, ഭയങ്കര രസമാണ്, നല്ല പോസിറ്റീവ് എനർജി, ഒരു പാട്ടൊക്കെ വെച്ച് നല്ല രസമാണ്. അങ്ങനെ ഞങ്ങളുടെ ബസ് വന്നു, ഞങ്ങൾ ബസ്സിൽ കയറാണ്. ബസ് നല്ല കാലിയായിട്ടാണ് കൈസ് വന്നത്, പക്ഷേ ഞങ്ങൾ കയറിയപ്പോൾ ഭയങ്കര തിരക്കായി. അതുകൊണ്ടാണ് എൻ്റെ മുഖം ഇപ്പോൾ മാറുന്നത്. അങ്ങനെ ഇത് ഞങ്ങളുടെ കോളേജിലേക്ക് കയറാൻ പോവാണ് നമ്മൾ. നമ്മുടെ ഇന്ത്യയിൽ തന്നെ 3rd റാങ്കിങ്ങിലുള്ള എൻ്റെ സ്വന്തം കോളേജ്. നല്ല ക്യാമ്പസാണ്. സോറി, ഇപ്പോൾ 3rd റാങ്ക് അല്ല, ഇപ്പോൾ 13th റാങ്കായി. നല്ല ക്യാമ്പസാണ്, നല്ല പ്രകൃതി രമണീയമായ ഒരു ക്യാമ്പസ്, നല്ല കോളേജാണ്. അങ്ങനെ ഇത് നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് വരും. ഇപ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റാണിത്. പക്ഷേ ഡിപ്പാർട്ട്മെൻറ്റിലല്ല ആക്ച്വലി ഞങ്ങൾക്ക് ഇന്ന് ക്ലാസ് ലാബിലാണ്. സോ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സൈക്കോളജി ലാബ്. അപ്പോഴാണ് ഉമ്മ കരയുന്നത്, ഉമ്മയുടെ ATM കാർഡ് തൊലഞ്ഞു പോച്ച് ഗൈസ്. സോ യാരാച്ചും പാത്തിങ്ങനെ പ്ലീസ് കൊടുങ്ക കൊഞ്ചം. അങ്ങനെ ഞങ്ങൾക്ക് ഇന്ന് ക്ലാസ് ഇല്ല, എൻഡോമെൻറ്റ് ലെക്ചറായിരുന്നു. സോ ലെക്ചറിന് വേണ്ടി ഞങ്ങൾ M28 ഹാളിലായിരുന്നു ഞങ്ങൾക്ക് ലെക്ചർ ഉണ്ടായിരുന്നത്. ഇതൊക്കെ കാണുമ്പോൾ ഒരു പ്രേതാലയം പോലില്ല, പക്ഷേ ഭയങ്കര ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കോളേജാണ് ഗൈസ് ഞങ്ങളുടേത്. ഇതാണ് M28 ഹാള്. അവിടെ പോയി അങ്ങനെ ഞങ്ങളുടെ ലെക്ചറൊക്കെ കഴിഞ്ഞു. അപ്പം ഞങ്ങൾക്ക് കുറച്ച് ബുക്സൊക്കെ റെഫർ ചെയ്യാനുണ്ടായിരുന്നു, ലൈബ്രറി പോകാനുണ്ടായിരുന്നു. സോ ഞങ്ങൾ അങ്ങനെ ലൈബ്രറിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ക്യാൻറ്റീനിലേക്ക് വന്ന് അങ്കിളിൻ്റെ അടുത്ത് ബൈയൊക്കെ പറഞ്ഞ് ബസ് സ്റ്റോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഗവൺമെൻറ് എഗ്മോർ മ്യൂസിയത്തിലേക്കാണ് പോകുന്നത്. അപ്പോഴാണ് ഇവൻ വരുന്നത്. ഇവൻ ആക്ച്വലി കോളേജ് ടൈമിങ് 11 മണി കേട്ടോ. അങ്ങനെ ബസ്സിൽ കയറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അപ്പോഴാണ് നിർഭയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ കണ്ടത്. ഇതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്യാം കേട്ടോ, നെക്സ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും. അങ്ങനെ ഞങ്ങൾ മ്യൂസിയത്തിലെത്തി. ഇതാണ് കന്നിമറ ലൈബ്രറി. നമ്മളൊക്കെ സോഷ്യൽ ടെക്സ്റ്റിലും ജനറൽ നോളജ് ടെക്സ്റ്റിലൊക്കെ പഠിച്ച കന്നിമറ ലൈബ്രറി, ഏഷ്യാസ് ബിഗ്ഗസ്റ്റ് ലൈബ്രറി. അങ്ങനെ ഞങ്ങൾ ലൈബ്രറിയിൽ പോയിട്ട് അവിടുന്ന് കുറച്ച് ബുക്സൊക്കെ റെഫർ ചെയ്തു. പിന്നെ കുറച്ച് നോട്ട്സൊക്കെ, അങ്ങനെ എന്തൊക്കെയോ നോട്ട്സൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ എടുത്തിട്ട് ഞങ്ങളിങ്ങനെ ഇരിക്കുകയായിരുന്നു. കുറച്ച് അവിടെ ചുറ്റിക്കറങ്ങാനൊന്നുമില്ല, മ്യൂസിയം നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അപ്പോഴാണ് ഇതിൻ്റെ എൻട്രൻസിൽ ഇങ്ങനെ ഒരു സംഭവം കണ്ടത്. അതായത് കുറേ വുഡ് വെച്ചിട്ടുള്ള നിറയെ തിങ്സ്. അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ക്രിസ്മസ് ട്രീയിലെ ക്രിസ്മസ് ബോൾസ് ആണെന്ന്. ക്യൂട്ടായിട്ട് കുറച്ച് തിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെയൊക്കെ നോക്കി. അങ്ങനെ ഇത് എഗ്മോർ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ വെക്കാത്ത കുറച്ച് സാധനങ്ങളൊക്കെ, കുറച്ച് ശില്പങ്ങളൊക്കെയാണ്. ഞാൻ കുറച്ച് ഫോട്ടോസിനൊക്കെ പോസ് ചെയ്ത് അപ്പോഴേക്കും ഞങ്ങൾക്ക് വിശക്കാൻ തുടങ്ങി. ഇപ്പോൾ ഭയങ്കര വിശപ്പാണ്, എന്താണെന്നറിയില്ല, ഭയങ്കര തണുത്ത കാലാവസ്ഥ എന്നറിയില്ല, ഭയങ്കര വിശപ്പാണ്. സോ ഞങ്ങൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിറയെ ചാട്ട് ഐറ്റംസിനൊക്കെ കടയുണ്ട്. സോ അങ്ങനെ ബ്രെഡ് ഓംലെറ്റും സാൻഡ്വിച്ചും അങ്ങനെയൊക്കെ കഴിച്ച്. ഉമ്മ വെജ് കഴിക്കില്ല കേട്ടോ, വെജും കഴിക്കില്ല, നോൺ വെജും കഴിക്കില്ല, വെജീസ് ഒന്നും കഴിക്കില്ല. എന്ത് ജന്മമാണെന്നറിയില്ല. അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റോപ്പിലെത്തി, ബസ്സിൽ കയറി തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ചേപ്പോക്ക് സ്റ്റേഡിയം എത്തിയിരിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ ബസ് സ്റ്റോപ്പ്, ചേപ്പോക്ക് സ്റ്റേഡിയത്തിൻ്റെ അടുത്താണ് ഞങ്ങളുടെ ഹോസ്റ്റൽ. അപ്പോൾ കണ്ടോ നിങ്ങളൊരു ഓട്ടോ കാണാം. ഇപ്പോൾ എന്താണ് ഓട്ടോ എന്ന് എനിക്ക് മനസ്സിലായില്ല, അതെന്താ സംഭവം. അങ്ങനെ ഞങ്ങൾ ഹോസ്റ്റലിലെത്തി. ബൈ.